ഹായ്, പ്രിയാസ് ഡിലൈറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കേക്ക് റെസിപ്പിയാണ്, സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കപ്പം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്ത് ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്, ചുറ്റും എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇത് ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഓവൻ. അടുപ്പത്ത് വെച്ച് ചെയ്യുന്നത് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വയ്ക്കാം. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദാപ്പൊടി ഇതിലേക്ക് ഇടാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 നുള്ള് ഉപ്പും കൂടി ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഞാനിവിടെ അധികം തരിയില്ലാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് പൊടിക്കാത്തത്. പക്ഷേ വലിയ തരിയുള്ള പഞ്ചസാരയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് പൊടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ഇതിലേക്കിട്ട് ബീറ്റ് ചെയ്യാം. നമ്മളിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര മാത്രം ചേർക്കുന്നുള്ളൂ. കാരണം ഇനി നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേനും അതിലേക്ക് കൂടുതൽ മധുരമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് കാരാമൽ ആഡ് ചെയ്യാനുണ്ട്, പിന്നെ ബൂസ്റ്റ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മധുരം വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/2 കപ്പ് പഞ്ചസാര മാത്രം നമ്മളിപ്പോൾ ചേർക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. ഇതും കുറച്ചീശയായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടിയുടെ മിക്സ് കുറച്ചീശയായിട്ട് ഇട്ട് പയ്യെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പൊടിയെല്ലാം ഞാൻ ഒരു 3 ബാച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ബൂസ്റ്റ് ചേർക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ബൂസ്റ്റ് പെട്ടെന്നൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചെറു ചൂടിൽ എടുക്കുന്നത്. ഇനി ഈ പാലിൻ്റെ മിക്സ് നമ്മുടെ മാവിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഓവനിൽ വെച്ച് 150 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് നേരം ബേക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. പിന്നെ ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്കിൻ്റെ ലെയറിൽ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 20 കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പോവാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് വെറുതെ അങ്ങ് നുറുക്കിയിട്ടാലും മതി. ഇത് അധികം നേരം ഒന്നും ഇങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്നില്ല. ഒന്ന് അത്യാവശ്യം ചൂടായാൽ മതി. നന്നായിട്ട് ചൂടാകുമ്പോൾ ഈ കശുവണ്ടിയുടെ നല്ല സ്മെല്ല് വരും. ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗണും ആവാൻ തുടങ്ങും. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കേക്ക് ഐസിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതായത് കാരാമൽ സോസ് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാര കാരാമലൈസ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം.
ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ആയി ആ ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. അതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഓക്കെ, ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 25 ഗ്രാം ബട്ടർ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കാം. ഇനി നമുക്ക് തീയുടെ ആവശ്യമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുപ്പത്ത് വെച്ച് ചെയ്യണം എന്നില്ല. ഈ ചൂടിൽ തന്നെ ഇരുന്ന് അങ്ങ് ആയിക്കോളും. ബട്ടർ ചേർത്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ഹെവി ക്രീമാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കാരാമലിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ വാനില എസൻസും കൂടി ചേർക്കുമ്പോഴാണ് ആ നല്ല ടോഫിയുടെ ആ ഒരു ഫ്ലേവറും ആ സ്മെല്ലും ഒക്കെ വരുന്നത്. അപ്പം നമ്മുടെ കാരാമൽ അല്ലെങ്കിൽ ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കളറും ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി കുറച്ചും കൂടി കട്ടിയാവും തണുത്ത് കഴിയുമ്പം. ഇത് പൂർണ്ണമായിട്ടും തണുത്തിട്ട് വേണം നമുക്ക് കേക്കിന് ഐസിങ് ചെയ്യാൻ തുടങ്ങാനായിട്ട്. നമുക്ക് കേക്കിന് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഈ ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരാമൽ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് തണുപ്പൊക്കെ മാറി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്നത് ഫുള്ള് ചേർത്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളം ചേർത്തിട്ടുള്ളൂ. നമുക്കിനി മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയും കൂടി ചേർക്കാം. പിന്നെ പ്രത്യേക ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ വിപ്പിംഗ് ക്രീം മധുരം ഇല്ലാത്തതാണ്. അപ്പം ഷുഗർ ഉള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ കാരാമൽ ആഡ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, മധുരം കൂടി പോവരുത്. നിങ്ങളുടെ വിപ്പിംഗ് ക്രീമിന് ഓൾറെഡി മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ഈ ഒരു സോസ് ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും മധുരം വേണം എന്നുണ്ടെങ്കിൽ മാത്രം മുഴുവനായിട്ട് ചേർത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബൂസ്റ്റാണ്. 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ക്രീം നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ മധുരമൊക്കെ പാകത്തിനാണ്. അതുകൊണ്ട് ബാക്കിയുള്ള കാരാമൽ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾ ചേർക്കുമ്പം ആദ്യം കുറച്ച് 1-2 ടേബിൾ സ്പൂൺ മാത്രം ആദ്യം ചേർത്തിട്ട് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വീണ്ടും ചേർത്താൽ മതി. ഈ കേക്കിന് ഞാനൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അത് ഞാനൊരു കേക്ക് ബോർഡിലേക്ക് ഒരു ഇച്ചിരി ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വയ്ക്കാം. ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിലിട്ടൊന്ന് അലിയിച്ച് തിളപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ക്രീം ആക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കശുവണ്ടി ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ വയ്ക്കാം. സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി അവസാനത്തെ ലെയർ വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്യാം. നമ്മൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിലോട്ട് വെക്കാൻ പോവാണ്.
അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിലിംഗ് വഴിയാണ് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മീതെ നല്ല കട്ടിയുള്ള പാത്രത്തിൽ നനവൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിൽ ചോക്ലേറ്റ് ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ ചൂടി കിടന്ന ചോക്ലേറ്റ് അങ്ങ് മെൽറ്റായി വന്നോളും. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിക്കാൻ പോവാണ്. വിപ്പിംഗ് ക്രീമും 150 ml ആണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിന് ഒന്നും കൂടി ഒരു ഗ്ലേസും കിട്ടും. ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനപ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് ഒരു ചതയ്ക്കുന്ന കല്ല് ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെയായിട്ട് ഈ ഫ്രീസറിൽ നിന്ന് എടുത്ത കേക്ക് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഗനാഷ് വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ചോക്ലേറ്റ് ഗനാഷിന് ഒരു ചെറിയ ചൂടുണ്ട്. ആ ഒരു പാകത്തിന് വേണം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത കശുവണ്ടി വെച്ച് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. താഴെയും കൂടി ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്